ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായിരിക്കും മാർക്കോ 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 എങ്ക പാത്താലും മാർക്കോ ആണ് ഗായ്സ്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ റിവ്യൂസ് മാർക്കോയുടെ റിവ്യൂസ് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതും മലയാളികളെല്ലാം റിവ്യൂസ് ചെയ്യുന്നത് ഹിന്ദിയിൽ നിന്നുള്ള റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പാര റെസ്പോൺസാണ് ഗൈസ് മാർക്കോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാർക്കോ കേരളക്കരയും കടന്ന് ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആടുജീവിതത്തിൻ്റെ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യ ദിനങ്ങളിൽ വെറും 34 സ്ക്രീൻ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഡിസംബർ 25 ബേബി ജോൺ റിലീസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവ് റെസ്പോൺസാണ് ആ പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടും മാർക്കോക്ക് പോസിറ്റീവായിട്ടാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഗൈസ്, ഈ മാർക്കോ മലയാളം വേർഷൻ കണ്ട എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദിയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവരൊക്കെ മലയാളം വേർഷൻ കണ്ടിട്ട് പോലും അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കില്ലും അനിമലും ഒന്നുമല്ല എന്നുള്ള ഒരു രീതിയിലുള്ള റെസ്പോണ്ടിങ് ആണ്. അങ്ങനെയാണ് ആ പടം കണ്ടവർക്ക് ഓൾറെഡി കത്തിയിട്ടുണ്ടാവും. അത്രയും ഹെവി റെസ്പോൺസാണ് മാർക്കോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഇനി തമിഴിലും തെലുങ്കിലും റിലീസ് നെക്സ്റ്റ് ജാനുവരി 1 തോന്നുന്നു റിലീസ് വെച്ചിട്ടുള്ളത്. അപ്പം തമിഴിലെ ഓഡിയൻസ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു? കാരണം അത്യാവശ്യം നല്ല റിവ്യൂസ് ഓൾറെഡി വരുന്നുണ്ട്. മലയാളം വേർഷൻ കണ്ടിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റിവ്യൂസാണ് വരുന്നത്. പക്ഷേ ഓൾറെഡി തെലുങ്കിലും കൂടിയും പടം ഹിറ്റാവുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം ഹിസ്റ്ററി തന്നെ ആയിരിക്കും. റെക്കോർഡ് വൈസ്, കണ്ടൻറ് വൈസ് അല്ല ഞാൻ പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു പാൻ ഇന്ത്യൻ എന്നുള്ളൊരു സാധനം ഇതുവരെ മോളിവുഡിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 350 സ്ക്രീനിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് മാർക്കോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി ബേബി ജോൺ നെഗറ്റീവ് റെസ്പോണ്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നല്ല ഒരു ബ്ലാസ്റ്റ് വരികയാണെങ്കിൽ കാരണം ബോളിവുഡിൽ തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻ വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയും പടം ക്ലിക്കായിട്ടില്ലെങ്കിലും തെലുങ്കിലായാലും ഇവിടെയും ക്ലിക്കായിട്ടില്ലെങ്കിലും നല്ല രീതിയിലുള്ള കളക്ഷൻ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൈസ്, എനിക്ക് വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് രണ്ട് പേരുടെ കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. കാരണം ഈ പടത്തിൻ്റെ സംവിധായകൻ, അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത്. കാരണം ഓൾറെഡി അവസാനം ചെയ്ത 2 ഫ്ലോപ്പ് പടങ്ങളാണ് ഹനീഫ് അദാനി. രണ്ടും അട്ടർ ഫ്ലോപ്പായിരുന്നു. അങ്ങനെയുള്ളൊരു റൈറ്റർ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് ഇമേജുള്ള ഒരു ആക്ടറാണ് ഉണ്ണി മുകുന്ദൻ. കാരണം ഉണ്ണി മുകുന്ദൻ്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ 50-50 ചാൻസാണ്. കാരണം രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒരുപാട് ഹേറ്റേഴ്സുള്ള ഒരു ആക്ടർ കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് എല്ലായിടത്തും ഓപ്പണായി ജനറലായിട്ട് പറയും. പക്ഷെ അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹം എന്താണോ അതാണ് പുറത്ത് സ്പ്രെഡ് ചെയ്യുന്നത്. അത് മുഖേന ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു ആക്ടറാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ആക്ടറിനെ വെച്ചിട്ട് ഇത്രയും ഹൈ ബഡ്ജറ്റ് ഇറക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം, അതുപോലെ തന്നെ ഒരുപാട് അവസാനം ചെയ്ത 2 പടങ്ങളും ഫ്ലോപ്പായ ഒരു റൈറ്റർ ഹനീഫ് അദാനി, ഇങ്ങനെയുള്ള 2 പേരെ വെച്ചിട്ട്, അതുപോലെ വേറെ കാര്യം എടുത്ത് പറയേണ്ട, മിക്കായാലും ഫ്ലോപ്പായിരുന്നു. അത് ഓൾറെഡി പറഞ്ഞു. ആ പടം അത്യാവശ്യം വലിയ രീതിയിൽ സക്സസ് ആയിട്ടുള്ളൊരു പടം ആയിരുന്നില്ല. എന്നിട്ടും ഇങ്ങനൊരു പടം എടുക്കാൻ, ഈ ഒരു ബഡ്ജറ്റ് ഇറക്കാൻ കാണിച്ച ആ അദ്ദേഹത്തിന് നമ്മൾ എങ്ങനെ എത്രത്തോളം എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്താലും മതിയാവില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് പേര് മെൻഷൻ ചെയ്തിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ചെയ്ത വീഡിയോയിൽ അദ്ദേഹത്തെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അഗൈൻ ചെയ്യാനുള്ള റീസൺ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം.